ദൈവനാമത്തിന് എല്ലാവർക്കും സ്നേഹവന്ദനം. എന്റെ കർത്താവേ, ഈ വർഷം വരാതെ പറ്റിച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് ഒരുപാട് തിരക്കായി പോയി. കോടിക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എത്ര പേരാ പുതിയ വർഷത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബർത്ത്ഡേയിൽ ഞാൻ പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ ഒപ്പിയെടുത്തോണ്ട് വന്നിരിക്കുകയാണ്. സെക്രട്ടറി സാറേ, ഓ പിന്നെ ന്യൂ ഇയർ ആയിട്ട് മറ്റേ താടിയൊക്കെ വെച്ച് സാന്താക്ലോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഇല്ലെങ്കിൽ പറയണേ. ഇവിടെ വന്നിട്ടുണ്ട് ഇരിപ്പുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്താ അയ്യോ, വണ്ടിക്ക് ചെക്കൻ വീരാന 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 രണ്ട് പെമ്പിള്ളാരാണ്. അയ്യോ, നല്ല എൻട്രി. മനസ്സിടപ്പുറത്തോട്ട് അയ്യോ കിടപ്പ്. Oh, what a great book. കരണ്ടടിക്കാതെ പാടി. കൊച്ചു മേടിച്ച് Same time? Yeah. But... Didn't work. You sure? You're supposed to get more back? അമ്മേ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. പതിയെ 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 കേക്ക് ഡെലിവറി ചെയ്യുമെന്നാണ് കേട്ടോ. അയ്യോ, 3 പെട്ടി കേക്കാണ് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടാ കേട്ടോ കൊച്ചിന്. അയ്യോ, കറക്റ്റായിട്ട് അതിങ്ങനെ തീക്കത്ത് പോയി ഇവിടെ. സർപ്രൈസ് ആയിട്ട് ക്രിസ്മസ് പാപ്പ വീട്ടിലേക്ക് വന്നതാണ്. ഇത്രയും ഗതികെട്ടൊരു ക്രിസ്മസ് പാപ്പ സാന്റ ക്ലോസ്
ആ അയ്യോ അയ്യോ അതിൻ്റെ അടിയിൽ ഒരു കൊച്ചു കിടപ്പില്ലേ? എന്താ കൊച്ചു ഒരു ഒറ്റയ്ക്കെടുത്ത് കളിക്കുകയാണ്. ചെക്കൻ ആരും കണ്ടിട്ടില്ല. രക്ഷപ്പെട്ടോ ഓക്കേടാ. ആ മര്യാദക്ക് ഇരുന്നിട്ടിരിക്കുകയാണ്. What'd you do to our tree, Chris? ഏയ് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അയ്യോ Hold it up with 2 hands. Okay, go put it back on the keys. Put it back on. Here it goes, big fat tree, 2020. ക്രിസ്മസ് ട്രീക്ക് വാങ്ങിച്ചിട്ട് വരിക. ഇന്ത്യ ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നുന്നു. ഭയങ്കര സർപ്രൈസ് ഉണ്ടാവും. ഒന്നും അതാ. Oh my God, Dylan. I said, Kai, you go outside and get you some wrapping paper, right? I said, put it on the table. Here is the wrapping paper that he put on the table. He literally wrapped the entire table in gift wrap. ചെക്കനോട് ഗിഫ്റ്റ് റാപ്പ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ടേബിളിൽ വെക്കാൻ പറഞ്ഞു. ചെക്കൻ വന്നിട്ട് ആ ടേബിളിൽ ഫുള്ളും പൊട്ടിച്ചിരിച്ചു. Well, at least I know he's my son, right? അടിപൊളി ദിലീപിന്റെ ഒക്കെ പള്ളിയാണ്. അയ്യോ നോക്കി നടക്കണ്ട ആചാരായി. ഷോക്കടിച്ച് തന്തൂരിയാ കൂടാ. അയ്യോ അയ്യോ അവിടെ കണ്ടുപോയി. ലോകത്ത് പലയിടത്തും നടക്കുന്ന ക്രിസ്മസ് ആഘോഷം കണ്ടില്ലേ? ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷം കണ്ടായിരുന്നോ? ഇവിടെ ചിലർ ക്രിസ്മസ് ആഘോഷിക്കുന്ന പള്ളികളിൽ കയറി അവരുടെ സനാതന ധർമ്മത്തെപ്പറ്റി വലിയ ഡയലോഗ് അടിക്കുന്നു. അത് തല്ലിപ്പൊട്ടിക്കുന്നു. പാസ്റ്റർമാരുടെയും പള്ളിയിലച്ഛൻ്റെയൊക്കെ തോളത്ത് കൈയിട്ട് ജയ് ശ്രീറാം വിളിച്ച് പട്ടിഷോകൾ കളിക്കുന്നു. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവത്സരത്തിന് മുമ്പുള്ള ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തുവുമായിട്ടും ബൈബിളുമായിട്ടും ഒന്നും ഒരു ബന്ധവും ഇല്ലെങ്കിലും ആക്ച്വലി ക്രിസ്മസിനെ എല്ലാവരും വരവേൽക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ്. എങ്ങനെയാണ് ഓണത്തിനെ നമ്മൾ വരവേൽക്കുന്നു, അതുപോലെ തന്നെയാണ് ഇൻ്റർനാഷണലി ക്രിസ്മസ് എന്ന് പറയുന്നത്. ഒരുപാട് ദൂരത്തായിരിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ വന്നിട്ട് കേക്ക് മുറിക്കുകയും വൈൻ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒരുപാട് ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ശൈത്യകാലമാണ് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലുള്ള വർഗീയവാദികൾ, മതം തലക്കി പിടിച്ചവർ, അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അത് ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ആ ഒരു വർഷത്തിൻ്റെ എല്ലാ സന്തോഷത്തെയും എല്ലാ മധുരത്തെയും കെടുത്താൻ വേണ്ടി ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരും അവനവൻ്റെ മതം അനുസരിച്ച് രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആർക്കും ഒരു രാജ്യങ്ങളും അവകാശം തരില്ല. ഒരിക്കലും
ഒരിക്കലും ഹിന്ദുക്കൾക്ക് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരു മുസ്ലിമിനും ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ഗൾഫിലോ എങ്ങും പോയി ജോലി ചെയ്യാൻ പറ്റില്ല. മതവിഭജനമില്ലാതെ താമസിക്കുന്ന ഒരു രാജ്യമായ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മതത്തിൻ്റെ ആഘോഷം മാത്രം മതിയെന്ന് വാശി പിടിക്കുന്ന, അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളോടും വർഗീയ ചിന്തകരോടും എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ നാട് വളർത്താനല്ല നശിപ്പിക്കാനാണ് നോക്കുന്നത്. ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ക്രിസ്തുമസും ക്രിസ്തുവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കോൺസ്റ്റന്റ് എന്ന റോമൻ രാജാവാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആഘോഷിക്കാൻ 2 ദിവസങ്ങൾ കൊടുത്തത്. ഒന്ന് ഈസ്റ്ററും 2 ക്രിസ്തുമസും. ഡിസംബർ 25-നാണ് ക്രിസ്തു ജനിച്ചതെന്ന് ബൈബിളിലോ ഒരു ചരിത്രത്തിനുമില്ല. ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നാണെന്ന് ഒരു ചരിത്രത്തിനുമില്ല, ബൈബിളിൽ പോലും എഴുതിയിട്ടില്ല. ക്രിസ്തുവിന് തന്നെ തെളിവില്ല. അപ്പോഴാണ് ക്രിസ്തുമസ്. ലോകത്തിലെല്ലാവരും ആഘോഷിക്കുന്ന, എല്ലാവർക്കും അവധിയുള്ള ഒരേ ഒരു ദിവസം അത് ക്രിസ്തുമസ് മാത്രമാണ്. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞു. ഈ വർഷവും വളരെ തിരക്ക് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത വർഷം മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം തിരിച്ചു വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പോകുന്നു. ബൈ ബൈ.